ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലത്തെയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ. കുറച്ച് രാവിലത്തെയും പിന്നെ ഈവനിങ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് എടുത്തിരിക്കുന്നത്. രാവിലെ തന്നെ എണീറ്റപ്പോൾ കണ്ടോ നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, നല്ല മഴ ഉണ്ടോ? അപ്പോൾ ബേബിക്കുട്ടി ഇതാ സ്കൂളിൽ റെഡി ആവാൻ നിന്നു കേട്ടോ. സ്കൂളിലേക്ക് പോകാൻ റെഡിയായി നിന്നു. അവൾ നെയിൽ കട്ടർ എടുത്തിട്ട് വെട്ടുകയാണ്, നഖം വെട്ടുകയാണ്. അതൊക്കെ അവൾ ചെയ്യും കേട്ടോ. അപ്പോൾ അവളുടെ സൈക്കിൾ ഇപ്പോഴും താഴ്ത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഏട്ടൻ തികയറ്റി വെച്ചിട്ടുണ്ട്, മഴ നനഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാച്ചിട്ട്. സൈക്കിൾ വാങ്ങിയ ശേഷം നേരാവണ്ണം ഒരു വട്ടം ഓടിക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഒരു 8:20, 8:25 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. കാരണം ബസ് ഒരു 8:30 ആകുമ്പോൾ വരും. എപ്പോഴും അങ്ങനെയാണ് പതിവ്. ചില ദിവസം നേരത്തെ വരും, ചില ദിവസം ലേറ്റ് ആവും. അങ്ങനെയാണ്, ഇന്ന കറക്റ്റ് ടൈം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് ഞാൻ ഈ ഒരു പൂവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. എനിക്ക് ശരിക്കും മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ വെച്ചാൽ അറിയില്ല, ചിലർക്ക് മഴ ഇഷ്ടമുണ്ടാവില്ല, ആകെ ചളി പിളി എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് പേഴ്സണലി മഴ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. പക്ഷെ പനി ജലദോഷമൊക്കെ വരുമ്പോൾ അത്ര ഇഷ്ടമല്ല കേട്ടോ. കാരണം ഈ കാലത്താണല്ലോ നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വരിക. അപ്പോൾ മഴ കാരണം തന്നെ വേദുട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ആ ജനലിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതാ കണ്ടോ, ഞാൻ സൂം ചെയ്തിട്ടെടുത്തതാണ് കേട്ടോ. മഴയായാൽ കുട്ടി വരില്ല. അപ്പോൾ അതാ ഏട്ടൻ എന്താ സ്കൂൾ കുട്ടികളെ കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. ചാത്തന്നൂർക്കാണ് ചാത്തന്നൂർ സ്കൂളിലെ കുട്ടികളേനെ കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. 2 ട്രിപ്പറ്റുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചിന്നമണി ബസ് പോയി. അതിൻ്റെ ബാക്കിലാണ് എപ്പോഴും ഞങ്ങളുടെ ബസ് വരാറ്, ശ്രീ മഹർഷി വിദ്യാലയയിലെ ബസ് വരാറ്. അപ്പോൾ ചേച്ചി എപ്പോഴും ചോദിക്കൂട്ടോ മോനെ കൊണ്ടുവന്നില്ലേന്ന്. കാരണം ഇവർ നല്ല കമ്പനിയാണേ. കാരണം കുറേ കാലമായാലോ കാണാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അവൾ പോയി. പിന്നെ അവൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ വേദുവിനെ 3 മണിയാകുമ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ. വേദുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ബാലവാടിക്കൊക്കെ പോയി, അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു 2:45 ആകുമ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് പോവാം. ഏട്ടൻ ഏതായാലും സ്കൂൾ കുട്ടികളെ കൊണ്ടുവരല്ലോ 3 മണി 3:30 നേരത്തെ. അപ്പോൾ ഏട്ടനും വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആ നേരത്ത് നല്ല മഴയാണ് കേട്ടോ. നമുക്കിങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നും, അത്രയും നല്ല സുഖമായിട്ട് കിടക്കാം. അപ്പോൾ സമയം 2:30 ആവണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പോൾ അവളുടെ സൈക്കിൾ ഏട്ടൻ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തുടച്ചു. ജസ്റ്റ് ആകെ മണ്ണ് തന്നെയാണ് കേട്ടോ. കാരണം പുറത്ത് ഞാൻ കുറേ ടോട്ടോ പറയുന്നുണ്ടല്ലേ, അത് ഓട്ടോമാറ്റിക്കായി വരികയാണേ. അപ്പോൾ വെള്ളമൊക്കെ നല്ല ഉള്ളതുകൊണ്ട് സൈക്കിളൊന്ന് തുടച്ചു. ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് കഴുകണം. എങ്ങനെയാണെന്നൊക്കെ അറിയില്ല അത് കഴുകേണ്ടത്. കാരണം പൈപ്പ് പിടിച്ച് കഴുകുക പറഞ്ഞാൽ ഇത്തിരി റിസ്ക് ആണ്. പിന്നെ ഇതാ നല്ല മഴ, മഴ തന്നെ പെയ്തു കേട്ടോ. അപ്പോഴും കേട്ടോ 3 മണിയൊക്കെ ആവുമ്പോൾ 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അവളെ കൊണ്ടുവരാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ഒരു സാധനമില്ലേ, നട്ട്സ്, ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല സാധനം കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. കുറച്ചായി ഞാൻ വാങ്ങിയിട്ട്. ഒരു ചീത്ത പ്രൊഡക്റ്റ് ഒന്നും അല്ല കേട്ടോ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് വാങ്ങണത്. നിങ്ങൾക്ക് എന്തായാലും നല്ല ഉപകാരപ്പെടും, വാങ്ങിക്കോളൂ. അപ്പോൾ അതാ 3 മണി ആയപ്പോഴേക്കും ഞങ്ങളിതാ ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. അപ്പോഴേക്കും മഴ ഒന്ന് കുറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ വേദുട്ടനെ ആദ്യമായിട്ട് പോയത് ഇന്നലെയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ ഏട്ടനാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് പോകണം, അവനെ ഒന്ന് കാണണം, എന്താണ് അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അപ്പോൾ ഇതറിയാലോ, അവൻ നല്ല ഹാപ്പിയാണ് കേട്ടോ ബാലവാടിയിൽ നിന്ന് വരുമ്പോഴൊക്കെ. ഞാൻ അവിടെ രാവിലെ കൊണ്ടാക്കും. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമല്ലോ, ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് ഞാൻ പോരുമ്പോഴുള്ള കരച്ചിൽ മാത്രമേ ഉള്ളൂ അവൻ. അത് കഴിഞ്ഞ് അവൻ്റെ ഫ്രണ്ട്സിനായിട്ട് കളിക്കും, അതുപോലെ ഓരോന്നൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഉറങ്ങില്ല അവൻ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞു കേട്ടോ ടീച്ചർ. എല്ലാ കുട്ടികളും ഉറങ്ങുമ്പോഴും അവൻ ഉറങ്ങില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? കൊട വർക്കുണ്ടാ? ഇഷ്ടായില്ലേ? ബാലവാടി എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ പറയുന്നത് കേട്ടില്ല എൻ്റെ പുത്രൻ. കുറച്ച് ഇഷ്ടമായില്ല എന്ന്. അങ്ങനെ തന്നെയാണ് എല്ലാം ഇഷ്ടപ്പെടുക. ആദ്യമായിട്ട് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ അതിനോട് അഡ്ജസ്റ്റായി വന്നോളൂ. അപ്പോൾ അവൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാണ് കേട്ടോ. അന്ന് മുട്ട ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്ക്. അതുപോലെ തന്നെ വൈകിട്ട് എന്താ രാഗിയുടെ അല്ലേ, അടയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, കണ്ടു. അപ്പം അടയാണ് കഴിച്ചു ഇല്ലയെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ. അവൻ പറഞ്ഞു കഴിച്ചു എന്നൊക്കെ. അപ്പം അമ്മമ്മ അതാ വേദുട്ടനെ കാത്തിക്കുണ്ട് കേട്ടോ. കുറേ നേരം. അവനിപ്പോൾ ഒരു രാവിലെ 10 മണി ആ ടൈമിൽ 10 മണിയുടെ ഉള്ളിൽ പോവും. പിന്നെ 3 മണിക്ക് വരുമ്പോൾ നമുക്കതൊരു ആദ്യത്തെ കുറച്ച് ദിവസം നല്ലതാണല്ലോ, ഒരു ആദ്യത്തെ സങ്കടമൊക്കെ തോന്നും. പിന്നെ അത് ശരിയാവും. കുട്ടികളെ എത്രയായാലും ഇങ്ങനെ ഈ അവരവരുടെ പ്രായമായി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്ക് വിടണം. അല്ലാണ്ട് നമ്മൾ വീട്ടിലിരുത്തിയിട്ട് ഒരു കാര്യമില്ല. വീട്ടിലിരുന്ന് അവരെന്താ ചെയ്യുക, വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ. അവിടെ ആകുമ്പോൾ അവർക്ക് കളിക്കാം, അങ്ങനെ ഓരോന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ അമ്മ
ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ അമ്മയുടെ വിചാരം 4 മണിയാകുമ്പോൾ ബേബി വരും കേട്ടോ. 4:45 വരുള്ളൂ. 4:45 കഴിയും, ഓർമ്മയില്ല. അപ്പം അമ്മ പുറത്ത് റോട്ടിൻ്റെ അവിടെ പോയി നിന്നിട്ട് കുട്ടമ്മാമ്മോട് എന്തോ ചോദിക്കുകയാണ് കേട്ടോ. അവിടെ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 4:45 4:50 ആകുമ്പോഴാണ് ബേബി വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പാടത്തേക്ക് പോവാം. അവൾ വന്ന് മേല് കഴുകി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാടത്തേക്കൊക്കെ ഒന്ന് പോവാം, കുറേ ആയല്ലോ, എന്നാൽ വീഡിയോയൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ ഈ സ്നേഹപ്രകടനം ഉണ്ട് കേട്ടോ. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്ങനത്തെ സഹോദരങ്ങൾ? അത് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയില്ല, എവിടുന്നൊക്കെ അടി കൂടുക എന്നറിയില്ല കേട്ടോ. അങ്ങനെയാണ് അടി കൂടൽ. ഇപ്പോഴും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ബേബി ഒരു കരച്ചിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവൻ എന്തോ സാധനം കൊണ്ട് അവളുടെ തലക്കടിച്ചു. ആ കുട്ടിക്കാണെങ്കിൽ വേദനിച്ചിട്ട് കരയുക. ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് വേദുവിനെ. ഇങ്ങനെയൊക്കെയുള്ള ഓരോ വികൃതികൾ കാട്ടുകയാണ്. എന്താ അപ്പം ചെയ്യുക? അവൾക്കാണ് കിട്ടുന്നത്. അവൾ അങ്ങനെ വികൃതിയൊന്നും കാണിക്കില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി, ഞങ്ങൾ പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവൾ മേലേക്ക് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴും നല്ല മഴ ഉണ്ട്. എന്നാലും പോവാന്ന് വിചാരിച്ചു. തോട്ടിൽ വെള്ളം നല്ല ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളീ പോണത്. പക്ഷെ തോട്ടിൻ്റെ ഗതി പരിതാപകരമായിരുന്നു. അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. താഴത്തേക്ക് പോയിട്ടാണ് കേട്ടോ പാടം വരുന്നത്. ഈ ബേബിക്കുട്ടി ഡാൻസ് പഠിക്കുന്നത് താഴത്ത് ആതിരയുടെ വീട്ടിലാണല്ലോ. അപ്പോൾ അവിടെയാണ്, ആ ഭാഗത്ത് തന്നെയാണ് പാടം വരുന്നത്. ഇനി ഞങ്ങളുടെ വീടിൻ്റെ താഴത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു വീട് വരുന്നുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തും വീടുകളുണ്ട്. ഇപ്പോൾ മുഴക്കി വീടോളാണ് കേട്ടോ. ഈ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കണോ, നമുക്കറിയില്ല. അപ്പോൾ അത് അടുത്തൊരു വീടുണ്ട് കേട്ടോ. അവരുടെ പണിയൊന്നും ഫുള്ള് കഴിഞ്ഞിട്ടില്ല, അവർ മെല്ലെ ഇരിക്കണുള്ളൂ തോന്നണു, അറിയില്ല. അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. താഴത്തേക്ക് പോയാൽ ഇപ്പോൾ ഈ കുറേ കാലത്ത് ഞാൻ ഈ ആന്ധ്രയിൽ പോയ ശേഷം പിന്നെ ഇങ്ങോട്ട് താഴത്തേക്ക് വന്നിട്ടില്ല, ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഞാൻ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പോൾ നോക്കൂ, ഫുൾ വീടുകളായി. ഇങ്ങനെ പ്ലോട്ടിൽ ഫുൾ ഇങ്ങനെ ഈ ഫ്ലാറ്റ് ടൈപ്പൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ വീടുകളായി. 2 നില വീടൊക്കെ ആ ഭാഗത്ത് കയറ്റിടൂ. ഈ വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇതിൽ താമസാക്കിയിട്ടില്ല കൊണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ വീട്ടിലും ഓരോരുത്തർ താമസാക്കി സ്വന്തമായിട്ട് വീടൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആതിരയുടെ വീട്. ഇവളാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് ബേബിക്കുട്ടീനെ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ വർത്താനം പറഞ്ഞു നിന്നിട്ട് പിന്നെ പാടത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വേദുട്ടൻ എന്നും കാണുന്ന ഒരു അപ്പൂപ്പ ഉണ്ടല്ലോ, അപ്പൂപ്പൻ്റെ വീടൊക്കെ ഇത് അവിടെയാണ് കേട്ടോ, പാടത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ കണ്ടോ, പാടത്തിൻ്റെ ഭാഗത്ത് തോട്ടിൽ വെള്ളമൊന്നും അധികം വന്നിട്ടില്ല. കാരണം മഴ നല്ല ആവണല്ലേ ഉള്ളൂ. ശരിക്കും നല്ല മഴയുള്ള സമയത്ത് ഇവിടെയൊക്കെ ഫുൾ നിറച്ച് വെള്ളമാവും കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാവേ. അപ്പോൾ ഞങ്ങളിന്നാൽ കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരിക്കാൻ വെച്ചിട്ട് പോയതാണ്. പക്ഷെ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, കാണാൻ മാത്രം പ്രത്യേകിച്ച് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും പാടത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് വെറുതെ പോയി നിൽക്കുക വൈകുന്നേരത്ത് എന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ ഇടയിൽ ബേബി വെള്ളത്തേക്ക് ഇറങ്ങി. അതോടുകൂടി പാടത്ത് പോക്ക് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ക്യാൻസലാക്കി. അവളുടെ ചെരുപ്പ് ഒഴുകി പോവാൻ നിന്നു. അപ്പം അമ്മ കുട വെച്ചിട്ട് പിടിക്കാൻ നിന്നു. അങ്ങനെ രണ്ടാമത്തെ ചെരുപ്പും പോയി. അമ്മ വീണ്ടും കുട വെച്ചിട്ട് പിടിക്കുക. ബേബിക്ക് നല്ല അടി കൊടുത്തു. ബേബിയുടെ ചെരുപ്പൊക്കെ അമ്മ അങ്ങോട്ട് ഇട്ടു, കാരണം ദേഷ്യം വന്നിട്ട്. അങ്ങനെയൊക്കെ ഓരോന്നുണ്ടായി കേട്ടോ. അപ്പോൾ ബേബിക്ക് വിഷമം വന്നു. നല്ല ചീത്ത അടിയും കിട്ടിയിട്ട് അവൾ കളി പോലെ കാട്ടിയിരുന്നതാണ്. അപ്പോൾ പിന്നെ അത് കണ്ടിട്ടല്ലേ വേദും ചെയ്യുക. അപ്പോൾ വേദും ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ഈ ചെരുപ്പ് പോയാൽ അങ്ങനെ ഒഴുകി പോകും, നമുക്കിപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവൾ അങ്ങോട്ട് കയറിപ്പോയിട്ടോ. പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നു. ഇടയ്ക്ക് ഇവിടെ പശുവിനൊക്കെ കെട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ മഴയെ കാരണതുകൊണ്ട് പശുവൊന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ അത് അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. ഇനി നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമാവും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമാണേ, നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവരുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വെച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് അപ്പോഴും വേദു ആ വെള്ളത്തിൽ ഇങ്ങനെ ചാടി കളിക്കരുതേ, ഡ്രസ്സിലൊക്കെ വെള്ളമായി. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞു കയറിക്കോ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ വേദു പറഞ്ഞു യാച്ചുട്ടൻ്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ യാച്ചുട്ടൻ എന്ന് പറയുന്നത് ആതിരയുടെ കുട്ടിയാണേ. ഇതാണ് അപ്പൂപ്പൻ്റെ വീട്. അപ്പോൾ അപ്പൂപ്പൻ്റെയോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ യാച്ചുട്ട അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ബേബി ഓടിപ്പോയപ്പോൾ ബേബിയുടെ മൂടൊക്കെ പോയി കേട്ടോ. വേദും പിന്നാലെ ഓടി. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ ആയിഷാത്തയുടെ വീട്ടിൽ നിന്ന് മിഠായി തന്നിട്ടുണ്ടായിരുന്നു. ആയിഷാത്തയുടെ മോൻ വന്നിട്ടുണ്ട്. അപ്പോൾ വേദുവിൻ്റെ മുഖത്ത് സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.